ഇടത് കൈകൊണ്ട് എഴുതുന്ന കുട്ടിയെ ശാസിച്ചും ശിക്ഷിച്ചും വലത് കൈകൊണ്ട് എഴുതാൻ പ്രേരിപ്പിക്കുന്നത് തികച്ചും ക്രൂരവും അതുപോലെ തെറ്റായിട്ടുള്ളതുമായിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ ആ കുട്ടിയുടെ ജീവിതം തന്നെ തലകീഴായി മറിഞ്ഞേക്കാം. സംസാരത്തിനെയും അതുപോലെ പഠനത്തിനെയും മോശമായി തന്നെ ബാധിച്ചേക്കാം. ഒരു കുട്ടി ഇടത് കയ്യൻ അല്ലെങ്കിൽ വലത് കയ്യൻ ആകുന്നത് ഒരിക്കലും ഒരു ശീലത്തിൻ്റെ ഭാഗമല്ല. നേരെ മറിച്ച് അവരുടെ ബ്രെയിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ ആയതുകൊണ്ടാണ്. ഗർഭാവസ്ഥയിൽ വെച്ച് തന്നെ ഈ ശീലങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ ബ്രെയിനിന് 2 ഹെമിസ്ഫിയേഴ്സ് ഉണ്ട്. ഒന്ന് റൈറ്റ് ഹെമിസ്ഫിയറും മറ്റൊന്ന് ലെഫ്റ്റ് ഹെമിസ്ഫിയറും. വലത് കൈയുടെ ചലനങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ലെഫ്റ്റ് മോട്ടോർ കോർട്ടെക്സും ഇടത് കൈയുടെ ചലനങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് റൈറ്റ് മോട്ടോർ കോർട്ടെക്സുമാണ്. ഒരാൾ ഇടത് കൈകൊണ്ട് എഴുതുമ്പം എഴുത്തുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും സൂക്ഷിക്കുന്നത് വലത് ഹെമിസ്ഫിയറിലാണ് ബ്രെയിനിൻ്റെ. അതായത് പേന പിടിക്കുന്ന രീതി, എഴുതുമ്പോൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ, കോർഡിനേഷൻ, റിതം ഇതെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് വലത് ഹെമിസ്ഫിയറിലായിരിക്കും. അങ്ങനെ ഇരിക്കെയാണ് വലത് കൈകൊണ്ട് എഴുതാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇടത് ഹെമിസ്ഫിയറിന് ഈ പാറ്റേൺസ് ഒന്നും ഒരു പരിചയവും ഇല്ലാതിരിക്കുന്നു. അപ്പോഴവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. കൺഫ്യൂസ്ഡ് ബ്രെയിൻ സിഗ്നൽസിന് കാരണമാകുന്നു. അതുവഴി ബ്രെയിൻ കോർഡിനേഷൻ കുറയുന്നു. ഇങ്ങനെ സംഭവിക്കുമ്പോൾ കുട്ടികൾ പഠനത്തിലോട്ട് പിന്നോട്ടാവുകയും ചില കേസുകളിൽ കുട്ടികൾക്ക് വിക്ക് പോലുള്ള അവസ്ഥകളും ഉണ്ടാകാറുണ്ട്. കുട്ടികൾ അവരുടെ ഇഷ്ടത്തിന് എഴുതിക്കോട്ടെ, നമ്മൾ എന്തിനാണ് അതിനകത്ത് ഇടപെടുന്നത്? ഹാവ് എ ഗുഡ് ഡേ. താങ്ക്സ് ഫോർ വാച്ചിങ്.